ഹലോ, അമ്മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 3 സവാള വറുത്ത് എടുക്കുന്നുണ്ട്. കുറച്ച് കറുവേപ്പില കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി വറുത്തെടുത്തു. പിന്നെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നീട് അതിലേക്ക് മീഡിയം സൈസ് 2 വലിയ ഉള്ളി സ്ലൈസായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാണ് പിന്നീട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പച്ചമണം മാറുന്ന വരെ വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പച്ചമുളക് ചതച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെയും പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് പുതിന ഇല, കറുവേപ്പില, മല്ലിയില എന്നിവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നിന് 1.5 കപ്പ് വെള്ളം അനുസരിച്ച് 1.5 പാത്രം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 പാത്രം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായി വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി കൂടി ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ നേരം കുതിർത്ത അരിയാണ്. ബിരിയാണി അരി ഞാൻ മലബാർ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തതാണ്. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ബിരിയാണി പാത്രം കയറ്റി വയ്ക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത് കോരി വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അടച്ചു കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ഭാരം വയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ റൈസാണ്. അമ്മാസ് വ്ളോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.